അതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അത് മുന്നണിയിൽ ചർച്ച ചെയ്യാമെന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ അത്തരത്തിലൊരു ചർച്ചയില്ലാതെ അത് അംഗീകരിക്കുന്ന തീരുമാനം വരികയാണ്. അതിനെതിരെയാണ് ഇപ്പോൾ CPI എന്തുകൊണ്ട് മുന്നണി ചർച്ച ചെയ്തില്ല എന്നുള്ള ചോദ്യം ഉന്നയിക്കുന്നത്. ഇന്ന് മുന്നണി ചർച്ച ചെയ്ത് CPI സമ്മതിക്കുമ്പോ അവരേതും അവസാനം സമ്മതിക്കുന്ന സ്വഭാവമാണ്. അല്ലെ പിണറായി പറയും അത് പാസ്സാക്കി പോയെന്ന് പറയുമ്പോ പിന്നെ മിണ്ടാതിരുന്നുള്ളൂ. അത്രയുള്ള അതിനകത്ത് കാര്യം, അത്രയുള്ള പ്രസക്തി അവർക്കുള്ളൂ. നമ്മളാരും കായ്പറ്റി കണ്ടില്ല, കായ്വെൽക്കാൻ കണ്ടില്ല. കാരണം ഇവരിത് പറഞ്ഞ് ഇപ്പൊ കാവ്യ എവിടം വരെ എത്തി. ഇന്ത്യ ഭരിക്കാൻ 10 കൊല്ലം കാവ്യ ഭരിച്ചു ഇല്ലേ? എടീ ഇവന്മാരെവിടെ? ഇവരിപ്പോ പടവളങ്ങാ വളരെ കീഴ്പോട്ട് അവര് ജെറ്റ് വേഗത്തിൽ വരുന്ന രാജ്യം ഭരിച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോയല്ലേ 1-2 സ്ഥലത്ത്. ബീഹാറിൽ അവിടെ അടിപിടിയാണ് പ്രതിപക്ഷം കിടന്നത്. ഇന്ത്യ ഇപ്പറേ ഒന്നിച്ചിരിക്കുന്നത്. നമ്മള് ഒരു സാമൂഹ്യ സത്യങ്ങളിൽ കാണണ്ടേ? ഇന്ത്യ അവരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. എന്ത് അവരുടെ നന്മയില്ലെങ്കിൽ അത് അവർക്ക് ഭരിക്കാൻ ഒക്കുമോ? ജനപിന്തുണ ഇല്ലെങ്കിൽ അവർക്ക് ഭരിക്കാൻ സാധിക്കുമോ? അത്തരം ജനപിന്തുണ കിട്ടി അവരെല്ലാം ഭരിക്കുമ്പോൾ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടേണ്ട മിശ്രേ. അല്ലാതെ കാലഘട്ടത്തെ പുറകോട്ട് തിരിക്കാൻ ശ്രമിക്കാതെ കാലഘട്ടത്തെ നേരെ നയിക്കാൻ നമുക്ക് സാധിക്കണം. കാലത്തിനൊത്ത് കോലം വേണം. അതെ, സ്ഥാനം നഷ്ടപ്പെടുന്നില്ല. അവർ പറയുന്നതെല്ലാം അതിനകത്ത് നടക്കാറില്ലല്ലോ. ഇതിക്ക് മുമ്പ് നിങ്ങൾ കണ്ടില്ലേ, അനുവദിക്കലെന്നൊക്കെ പറഞ്ഞിട്ട് പിണറായിയുടെ ഓഫീസിൽ വെച്ച് കൂടിയിട്ട് അതൊക്കെ പാസ്സാക്കിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും വേണ്ടിയാ. കാരണം ഒന്നാമത് തന്നെ മൗനം വിദ്വാനുഭൂഷണം, അതാണ് CPIക്ക് നല്ലത്. കാരണം ഭൂരിപക്ഷം ആളുകൾ നിൽക്കുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുകയല്ലേ നല്ലത്. ഇടഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് എന്ത് ഗുണം? മാണി വരെ എന്റെ കൂടെയാണെന്ന് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കണ്ടു. അപ്പൊ ഇദ്ദേഹം ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് എന്ത് ഇമേജ് ചെയ്യും? അന്ന് ഞാൻ ചെയ്യൂടെ, സാമ്പത്തിക സംവരണത്തിന് വിരോധരല്ലേ? എന്ത് ചുക്കിയാനും തീർത്ത് സാമുദായിക സംവരണക്കാരെല്ലാം ഒന്നിച്ച് അതല്ലേ ഇപ്പൊ നടക്കണത്. ഈ സാമ്പത്തിക സംവരണം പറഞ്ഞ ഇവർക്ക് എന്ത് ചെയ്യാനത്തിട്ടുണ്ട്? ഇങ്ങനെ പ്രായോഗികമല്ലാത്ത, ആരും അംഗീകരിക്കപ്പെടാത്ത കുറെ അഭിപ്രായങ്ങൾ പറഞ്ഞ് അന്തരീക്ഷം മലിനീകരണപ്പെടുത്താനും ഇടതുപക്ഷത്തിന്റെ ശക്തിയും അതിന്റെ കൂട്ടായ്മയ്ക്ക് ഇമേജ് കുറയ്ക്കാനും അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഭരണം താഴ്ത്തില്ലേ? അല്ലെങ്കിൽ ഈ പറയുന്നത് മാറ്റി ഇത് പറയുന്നത് നടപ്പിലാക്കാനുള്ള ശക്തി കാണിക്കുക. അത് കാണിക്കുന്നുമില്ല. എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കല്ലേ നല്ലത്. മാനാടം നോക്കി നിൽക്കുന്ന അതെ നെൽകർഷകരുടെ പ്രശ്നം. അതെ, ഞാൻ ചോദിക്കുന്നത് ഒരു മന്ത്രി ഇവിടെ ഉണ്ടാവും. അതൊക്കെയല്ലേ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ തന്നെ നീതി സ്റ്റോർ ഉണ്ട്, ഇന്ന് വല്ലതും ഉണ്ടാക്കാം അതിനകത്ത്. ആരുടെ വകുപ്പാകട്ടെ, ഏത് മന്ത്രി ആകട്ടെ, ആ മന്ത്രി ഇവിടെ ജീവിച്ചിട്ടുമുണ്ട്, അങ്ങനെ അനങ്ങുന്നുണ്ട്, ഇങ്ങനെ ഒരു മന്ത്രി രാജ്യത്തുണ്ടെന്ന് അറിയുന്നുണ്ടോ? ആര്? പ്രസാദിന്റെ എല്ലാ വകുപ്പ് കൃഷിവകുപ്പിന്റെ അല്ല ഈ സ്റ്റോർ സപ്ലൈ കൂടെ കുട്ടനാട്ടിലെ നെല്ലും സപ്ലൈ. അയ്യോ പാവ, നിങ്ങൾ ആ പാവം പിടിച്ച് പ്രസാദിനെ കൊല്ലാനാണ് നിങ്ങൾ നടക്കുന്നല്ലേ? ആ തിരുവനന്തപുരത്ത് പറഞ്ഞ മന്ത്രിയാണ് അനിന്റെ കീഴിലാണ് ആ കുട്ടനാട് ആ പണ ശേഖരം കിടത്തുന്നത്. ആ മണ് നിങ്ങളൊന്ന് എന്ത് കഷ്ടമുണ്ടോ? അവർ തീരുമാനമെടുത്ത് അവർക്ക് അവിടെ മാത്രമല്ല, നിങ്ങൾ പാലക്കാട് വന്നു. ഇനി അങ്ങനെ ആളുകൾ ഒരുപാട് പാലക്കാടുണ്ട്. ഇന്നലെ വന്ന് പാലക്കാട് കയറി ഇവിടെ വന്ന് കരയുണ്ടാകും. ഈ പാലക്കാടായാലും കുട്ടനാട്ടായാലും ഈ നെല്ല് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അവർ ഇറക്കിയിട്ട് പിന്നെ എടുത്തിട്ട് കൊണ്ടുപോയിട്ട് പൈസ കൊടുക്കണ്ടേ? പക്ഷേ എന്നാ പറഞ്ഞ